എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ക്യൂസ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളെല്ലാം PDF ഫയൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. കൂട്ടുകാർക്ക് അവിടെ ചെന്ന് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാവുന്നതാണ്. കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യാൻ മറക്കരുത്. ചോദ്യം: 1857 വിപ്ലവം ആരംഭിച്ച സ്ഥലം? ഉത്തരം: മീററ്റ്. ഉത്തർപ്രദേശിലാണ് മീററ്റ് സ്ഥിതി ചെയ്യുന്നത്. ചോദ്യം: 1857 വിപ്ലവത്തെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം: ജോൺ ലോറൻസ്. ചോദ്യം: 1857 വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷി? ഉത്തരം: മംഗൾ പാണ്ഡെ. ചോദ്യം: 1857 വിപ്ലവത്തിൻ്റെ ചിഹ്നമായി കണക്കാക്കുന്നത് എന്ത്? ഉത്തരം: താമരയും ചപ്പാത്തിയും. ചോദ്യം: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപകൻ? ഉത്തരം: A.O. ഹ്യൂം. ചോദ്യം: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ്? ഉത്തരം: W.C. ബാനർജി. W.C. ബാനർജി. ചോദ്യം: ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയത്തിൻ്റെ ഉദാഹരണം? ഉത്തരം: ബംഗാൾ വിഭജനം. ചോദ്യം: ബംഗാൾ വിഭജനത്തെ തുടർന്ന് രൂപം കൊണ്ട പ്രസ്ഥാനം? ഉത്തരം: സ്വദേശി പ്രസ്ഥാനം. 1905 രൂപം കൊണ്ടത്. ചോദ്യം: പ്രത്യേക മുസ്ലിം രാഷ്ട്രവാദം ആദ്യമായി നടത്തിയത് ആര്? ഉത്തരം: മുഹമ്മദ് ഇക്ബാൽ. ചോദ്യം: സാരേ ജഹാം സേ അച്ച എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആര്? ഉത്തരം: മുഹമ്മദ് ഇക്ബാൽ. ചോദ്യം: കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളും രണ്ടായി പിളർന്ന കോൺഗ്രസ് സമ്മേളനം? ഉത്തരം: സൂററ്റ് സമ്മേളനം. ചോദ്യം: ജാലിയൻവാലാ ബാഗ് കൂട്ടക്കൊല നടന്നത് എന്ന്? ഉത്തരം: 1919 ഏപ്രിൽ 13. ചോദ്യം: ജാലിയൻവാലാ ബാഗ് കൂട്ടക്കൊല നടന്ന സ്ഥലം? പഞ്ചാബിലെ അമൃത്സർ. ചോദ്യം: നിസ്സഹകരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ദേശീയ നേതാവ്? ഉത്തരം: മഹാത്മാഗാന്ധി. ചോദ്യം: നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായ സംഭവം? ഉത്തരം: ചൗരി ചൗര സംഭവം. ചോദ്യം: ഭൂനികുതി വർധനവിനെതിരെ ഗുജറാത്തിലെ കർഷകർ നടത്തിയ സമരം? ഉത്തരം: ബർദോളി സമരം. ചോദ്യം: വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന സ്ഥലം? ഉത്തരം: ലണ്ടൻ. ചോദ്യം: ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച ദിവസം? ഉത്തരം: 1942 ആഗസ്റ്റ് 9. ചോദ്യം: നാവിക കലാപത്തിന് സാക്ഷ്യം വഹിച്ച യുദ്ധക്കപ്പൽ? ഉത്തരം: HMS തൽവാർ. ചോദ്യം: ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ അവസാനത്തെ നിയമം? ഉത്തരം: ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ഇനി നമ്മൾ നമ്മുടെ പാർട്ട് 2 വീഡിയോയിലെ 50 ക്വസ്റ്റ്യൻസാണ് പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഈ 50ഉം നേരത്തെ പറഞ്ഞ 20ഉം ആകുമ്പോൾ 70 ക്വസ്റ്റ്യൻസ് ആകും. അപ്പോൾ കൂട്ടുകാർ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. നമ്മൾ അവസാന ഭാഗത്ത് പാർട്ട് 3 വീഡിയോയും പങ്കുവയ്ക്കുന്നുണ്ട്. അവിടെ 30ഓളം ക്വസ്റ്റ്യൻസ് പങ്കുവയ്ക്കുന്നുണ്ട്. അങ്ങനെ ആകെ 100 ക്വസ്റ്റ്യൻസാണ് പങ്കുവയ്ക്കുന്നത്. ചോദ്യം: ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ട? ഉത്തരം: മാനുവൽ കോട്ട, കൊച്ചിയിലുള്ള മാനുവൽ കോട്ട. ചോദ്യം: ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യന്മാർ? ഉത്തരം: പോർച്ചുഗീസുകാർ. ചോദ്യം: ഇന്ത്യയിൽ അവസാനമായി എത്തിയ യൂറോപ്യൻ ശക്തി? ഉത്തരം: ഫ്രഞ്ചുകാർ. ചോദ്യം: ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ യൂറോപ്യൻ ശക്തി? ഉത്തരം: ഡച്ചുകാർ. ചോദ്യം: ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധം? ഉത്തരം: പ്ലാസി യുദ്ധം 1757. ചോദ്യം: പ്ലാസി യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലായിരുന്നു? സിറാജ് ഉദ്ദൗളയും ബ്രിട്ടീഷുകാരും തമ്മിൽ.
ചോദ്യം പ്ലാസി യുദ്ധത്തിന് കാരണമായ സംഭവം. ഉത്തരം ഇരുട്ടറ ദുരന്തം. ചോദ്യം ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ അവരുടെ ആധിപത്യം അരക്കിട്ടുറപ്പിക്കാൻ സഹായിച്ച യുദ്ധം. ഉത്തരം ബക്സാർ യുദ്ധം. ചോദ്യം ഇംഗ്ലീഷുകാരും മൈസൂർ സുൽത്താനന്മാരും തമ്മിൽ നടന്ന യുദ്ധം. ഉത്തരം മൈസൂർ യുദ്ധങ്ങൾ. ചോദ്യം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് എന്ന്. ഉത്തരം 1600 ഡിസംബർ 31. ചോദ്യം ഇന്ത്യയിലെ ആദ്യ ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം. ഉത്തരം സൂററ്റ്. ചോദ്യം ബ്രിട്ടീഷ് ഇന്ത്യയിൽ സാമ്രാജ്യ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം റോബർട്ട് ക്ലൈവ്. ചോദ്യം ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ. ഉത്തരം വാറൻ ഹേസ്റ്റിങ്സ്. ചോദ്യം ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയ്. ഉത്തരം കാനിങ് പ്രഭു. ചോദ്യം ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയ്. ലൂയി മൗണ്ട് ബാറ്റൺ. ചോദ്യം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ. ഉത്തരം ലൂയി മൗണ്ട് ബാറ്റൺ. ചോദ്യം ബ്രിട്ടീഷുകാർ 1857 വിപ്ലവത്തിന് നൽകിയ പേര്. ഉത്തരം സിപ്പായി ലഹള. ചോദ്യം മനു എന്ന പേരിൽ അറിയപ്പെടുന്ന ധീര വിപ്ലവകാരി. ഉത്തരം ഝാൻസി റാണി. ചോദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന പുസ്തകം രചിച്ചത് ആര്? ഉത്തരം താരാചന്ദ്. ചോദ്യം കോൺഗ്രസിനെ ആ പേരിൽ നിർദ്ദേശിച്ചത് ആര്? ഉത്തരം ദാദാഭായ് നവറോജി. ചോദ്യം നെഹ്റുവും ഗാന്ധിജിയും ആദ്യമായി കണ്ടുമുട്ടിയ കോൺഗ്രസ് സമ്മേളനം. ഉത്തരം 1916 ലക്നൗ സമ്മേളനം. ചോദ്യം ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം ജെ ബി കൃപലാനി. ചോദ്യം ത്രിവർണ്ണ പതാക ആദ്യമായി കോൺഗ്രസ് സമ്മേളനത്തിൽ ഉയർത്തിയത് ആര്? ഉത്തരം നെഹ്റു. ചോദ്യം വന്ദേ ഭാരതം രചിച്ചത് ആര്? ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി. ചോദ്യം ബംഗാൾ വിഭജിച്ചത് എന്ന്? ഉത്തരം 1905 ജൂലൈ 20. ചോദ്യം ബംഗാൾ വിഭജനം റദ്ദാക്കിയ വർഷം. ഉത്തരം 1911. ചോദ്യം ഉറുദു ഭാഷയിൽ പാകിസ്ഥാൻ എന്ന പദത്തിൻ്റെ അർത്ഥം. ഉത്തരം ശുദ്ധമായ നാട്. ചോദ്യം ഹോം റൂൾ പ്രസ്ഥാനത്തിലെ സ്ഥാപക നേതാക്കൾ. ഉത്തരം ആനി ബസന്റ്, ബാലഗംഗാധര തിലക്. ചോദ്യം ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം. ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം. ചോദ്യം ചമ്പാരൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ബീഹാർ. ചോദ്യം ജാലിയൻവാലാ ബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം. ഉത്തരം റൗലറ്റ് ആക്ട്. ചോദ്യം ജാലിയൻവാലാ ബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസർ. ഉത്തരം ജനറൽ ഡയർ. ചോദ്യം ജാലിയൻവാലാ ബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ. ജാലിയൻവാലാ ബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ. ഉത്തരം ഹണ്ടർ കമ്മീഷൻ. ചോദ്യം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ യൂണിഫോം ഖാദി ആയിത്തീർന്ന വർഷം. ഖാദി വസ്ത്രം. ഉത്തരം 1921. ചോദ്യം സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ നേതൃത്വം നൽകിയ പ്രധാന നേതാക്കൾ. ഉത്തരം CR ദാസും മോത്തിലാൽ നെഹ്റുവും. ചോദ്യം
ലാലാ ലജ്പത് റായുടെ മരണത്തിന് കാരണക്കാരനായ ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥൻ. ഉത്തരം സാൻഡേഴ്സൺ. ചോദ്യം: കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം. ഉത്തരം 1929 ലാഹോർ സമ്മേളനം. ചോദ്യം: ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭം. ഉത്തരം സിവിൽ നിയമലംഘന പ്രസ്ഥാനം. ചോദ്യം: സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി നടത്തിയ സമരം. ഉത്തരം ഉപ്പ് സത്യാഗ്രഹം 1930. ചോദ്യം: ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയെ അനുഗമിച്ച അനുയായികളുടെ എണ്ണം. ഉത്തരം 78. ചോദ്യം: ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്ന ദിവസം. ഉത്തരം 1930 ഏപ്രിൽ 6. ചോദ്യം: കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ ഗാനം ഏത്? കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ ഗാനം ഏത്? ഉത്തരം വരിക വരിക സഹചരി. ചോദ്യം: പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? ഉത്തരം കെ കേളപ്പൻ. ചോദ്യം: തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെ? ഉത്തരം ക്രിപ്സ് മിഷനെ. ചോദ്യം: ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ്. ഉത്തരം നെഹ്റു. ചോദ്യം: ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച ദിവസം. ഉത്തരം 1942 ആഗസ്റ്റ് 9. ചോദ്യം: അധികാര കൈമാറ്റ ചർച്ചകൾ ഇന്ത്യൻ നേതാക്കളുമായി നടത്തിയത് ഏത് മിഷനിലൂടെ? ഉത്തരം ക്യാബിനറ്റ് മിഷൻ. ചോദ്യം: രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുക്കാൻ കാരണമായ ഉടമ്പടി. ഉത്തരം ഗാന്ധി ഇർവിൻ സന്ധി. ഗാന്ധി ഇർവിൻ സന്ധി. ചോദ്യം: ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെ ശ്രീരാമൻ്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം മോത്തിലാൽ നെഹ്റു. ചോദ്യം: രക്തസാക്ഷികളുടെ രാജകുമാരൻ. ഉത്തരം ഭഗത് സിംഗ്. ഇതുവരെ നമ്മൾ 70ഓളം ചോദ്യങ്ങൾ പങ്കുവെച്ച് കഴിഞ്ഞു. ഇനിയൊരു 30 ചോദ്യം കൂടിയുണ്ട്. അപ്പോൾ നമ്മുടെ 100 ചോദ്യങ്ങളുടെ വീഡിയോ ഈ 30 ചോദ്യങ്ങൾക്ക് ശേഷം അവസാനിക്കുന്നതാണ്. കൂട്ടുകാർ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ചോദ്യം: സർവോദയ പ്രസ്ഥാനം സ്ഥാപിച്ചത് ആര്? ഉത്തരം ജയപ്രകാശ് നാരായൺ. ചോദ്യം: ഗാന്ധിജി അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട INC സമ്മേളനം. ഉത്തരം ബെൽഗാം സമ്മേളനം. ചോദ്യം: ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം. ഉത്തരം രണ്ടാം വട്ടമേശ സമ്മേളനം. ചോദ്യം: ഗാന്ധിജി അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി. ഉത്തരം വാർധ പദ്ധതി. ചോദ്യം: നേതാജി എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ അഭിസംബോധന ചെയ്തത് ആര്? ഉത്തരം ഗാന്ധിജി. ചോദ്യം: പട്ടേലിനെ സർദാർ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം ഗാന്ധിജി. ചോദ്യം: ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നത് ആര്? ഉത്തരം നെഹ്റു. ചോദ്യം: ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയതാര്? ഭരണഘടനയുടെ ആമുഖം എഴുതിയതാര്? ഉത്തരം നെഹ്റു. ചോദ്യം: 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ചെങ്കോട്ടയിൽ നെഹ്റു നടത്തിയ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട പ്രസംഗം. ഉത്തരം ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. ചോദ്യം: ആധുനിക മനു എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. ചോദ്യം: ചരിത്രത്തിന് മറക്കാൻ കഴിയാത്ത മനുഷ്യൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം അംബേദ്കറെ. ചോദ്യം: കോൺഗ്രസിൻ്റെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ്. ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ചോദ്യം: നേതാജി ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടി. ഉത്തരം ഫോർവേഡ് ബ്ലോക്ക്. ചോദ്യം:
എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? ഉത്തരം നേതാജി. ചോദ്യം: ഇന്ത്യൻ നാഷണൽ ആർമിയെ കരുത്തുറ്റ സംഘടന ആക്കിയത് ആര്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ചോദ്യം: ഝാൻസി റാണി റെജിമെന്റിന്റെ നേതൃത്വം കൊടുത്ത മലയാളി വനിത? ഉത്തരം ക്യാപ്റ്റൻ ലക്ഷ്മി. ചോദ്യം: ഇന്ത്യയിലെ ദേശീയ തീവ്രവാദത്തിന്റെ പിതാവ്? ഉത്തരം ബാലഗംഗാധർ തിലക്. ചോദ്യം: ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ്? ഉത്തരം ബാലഗംഗാധർ തിലക്. ചോദ്യം: സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചത് ആര്? ഉത്തരം ബാലഗംഗാധർ തിലക്. ചോദ്യം: ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ മഹാത്മാഗാന്ധി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാലം ജയിൽവാസം അനുഭവിച്ചത് ആര്? ഉത്തരം ബാലഗംഗാധർ തിലക്. ചോദ്യം: മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. ചോദ്യം: കോൺഗ്രസിലെ മിതവാദികളുടെ നേതാവ്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. ചോദ്യം: ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ? ഉത്തരം ദാദാഭായ് നവറോജി. ചോദ്യം: ഇന്ത്യയുടെ വന്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ദാദാഭായ് നവറോജി. ചോദ്യം: ആധുനിക ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ? ഉത്തരം ദാദാഭായ് നവറോജി. ചോദ്യം: പഞ്ചാബിലെ നവജവാൻ ഭാരത് സഭ രൂപം നൽകിയത് ആര്? നവജവാൻ ഭാരത് സഭയ്ക്ക് രൂപം നൽകിയത്? ഉത്തരം ഭഗത് സിംഗ്. ചോദ്യം: രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഭഗത് സിംഗ്. ചോദ്യം: ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനയുടെ കർത്താവ്? ജനഗണമനയുടെ? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ചോദ്യം: ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ടാഗോർ ബ്രിട്ടീഷുകാർക്ക് തിരിച്ചു നൽകിയ ബഹുമതി? ഉത്തരം സർ ബഹുമതി. ചോദ്യം: മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനി? ഉത്തരം അബ്ദുൾ കലാം ആസാദ്. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഞങ്ങളുടെ മുന്നത്തെ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. കൂട്ടുകാർക്ക് അവിടെ ചെന്ന് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോകൾ കാണാവുന്നതാണ്. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അടുത്ത് കാണുന്ന ബെൽ നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യാനും മറക്കരുത്.